പശ്ചിമേഷ്യയിൽ ഇസ്രയേൽ ഒരു വശത്തും ഇറാൻ മറുവശത്തുമായി മുഖാമുഖം നിന്ന് സംഘർഷം ഒരു പൊട്ടിത്തെറിയിലേക്കും നേരിട്ടുള്ള യുദ്ധത്തിലേക്കും മിസൈൽ ആക്രമണത്തിലേക്കും പ്രത്യാക്രമണത്തിലേക്കും നീങ്ങുമ്പോൾ അത് ലോക സമാധാനത്തെ ബാധിക്കുന്നു, ഭാരതത്തെ ബാധിക്കുന്നു. ഈ വീഡിയോയുടെ ഇതിവൃത്തം ഇതെങ്ങനെയാണ് ഭാരതം നോക്കിക്കാണുന്നത്, എന്തെല്ലാം സ്റ്റേക്സാണ് ഭാരതത്തിന് ആ പ്രദേശത്തുള്ളത്, ഇസ്രയേലുമായി ബന്ധപ്പെട്ട ഈ വിവാദത്തിൽ അല്ലെങ്കിൽ ഈ സംഘർഷത്തിൽ ഭാരതത്തിന് കൈകൊള്ളുമോ, ഏത് രീതിയിലാണ് ഭാരതം മുന്നോട്ട് പോകുന്നത്, ഇതെല്ലാം വളരെ വിമർശനാത്മകമായി പരിശോധിക്കുന്ന വീഡിയോ ആണിത്. നമുക്കറിയാമല്ലോ, ഭാരതത്തിൻ്റെ ഒരു ചെറിയ വിഭാഗം ജനങ്ങൾ ഇസ്രയേലിൽ ഇപ്പോഴുണ്ട്. അതിൻ്റെ വലിയ ഉള്ള ഒരു 80,000-ഓളം ഇന്ത്യൻ വംശജരെന്ന് പറയാവുന്നവരിൽ ഒരു ഭൂരിപക്ഷവും ഒരു 50,000-ൽ പരം ആളുകളെങ്കിലും ജൂത വംശജർ തന്നെയാണ്. അവർ മുൻകാലങ്ങളിൽ ഇന്ത്യയിൽ താമസമുറപ്പിച്ചിരുന്നവരും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇസ്രയേൽ രൂപപ്പെട്ടു അതിനുശേഷം ഇസ്രയേലിലേക്ക് കുടിയേറിയവരുമായ ആളുകളാണ്. അതിൽ തന്നെ മഹാഭൂരിപക്ഷവും മലയാളികളാണ്. കൊച്ചിന് ജൂതന്മാരുണ്ട്. മുസറിസിൽ പണ്ട് മുച്ചൂരി പട്ടണത്ത് ജൂത സാന്നിധ്യമുണ്ടായിരുന്നു. കേരളത്തിൻ്റെ തുറകളിലെല്ലാം തന്നെ 2000 വർഷമായി യഹൂദ സാന്നിധ്യമുണ്ട്. ആ ജൂത കുടുംബങ്ങൾ പലരും മിശ്ര വംശജരാണ്. ബെനി ഇസ്രായേലൈറ്റ്സ് എന്ന് പറയും, ബെനി ജൂതന്മാർ. ആ ബെനി ജൂതന്മാരിൽ പലരും തന്നെ തിരിച്ച് അവരുടെ വാഗ്ദത്ത ഭൂമി എന്നവർ വിശ്വസിക്കുന്ന ഇസ്രയേലിലേക്ക് പോവുകയും അവിടെ പൗരന്മാരായി മാറുകയും ചെയ്തു. അവർ പൂർണ്ണ അർത്ഥത്തിൽ ഇന്ത്യക്കാരല്ല, പക്ഷേ പൂർണ്ണ ഇന്ത്യൻ പൗരത്വമുള്ള വിദ്യാർത്ഥികളും സാങ്കേതിക വിദഗ്ധരും ഹെൽത്ത് കെയർ വർക്കേഴ്സുമായി 20,000-ൽ പരം പേര് ഇസ്രയേലിലുണ്ട്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ാം തീയതി സംഘർഷമുണ്ടായപ്പോൾ, ഇസ്രയേൽ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടപ്പോൾ, അല്ല എങ്കിൽ കരയുദ്ധം തുടങ്ങിയപ്പോൾ, ഹമാസുമായുള്ള യുദ്ധം തുടങ്ങിയപ്പോൾ ഇന്ത്യ ഒരു ഓഫർ വെച്ചു, തങ്ങളുടെ പൗരന്മാരെ ഒഴിപ്പിച്ചുകൊണ്ടുവരാം. ഇന്ത്യ വിമാനങ്ങളും അയച്ചു. പക്ഷേ ആ വിമാനങ്ങൾ പലതും എംറ്റി ആയിട്ടാണ്, ശൂന്യമായിട്ടാണ് തിരിച്ചു പോകുന്നത്. കാരണം അവിടെ എല്ലാം വിറ്റുപെറുക്കി 4, 5, 10 ലക്ഷം രൂപ മുടക്കി അവിടെ എത്തുന്ന ആളുകൾ അവിടെ ഹെൽത്ത് കെയർ സെഗ്മെൻറ്റിലാണ് കൂടുതലായി വർക്ക് ചെയ്യുന്നത്. അവരൊന്നും അധികം പണമുള്ള ആളുകളല്ല, ആവതുള്ള ആളുകളല്ല. അവർ വയോജനങ്ങളെ പരിപാലിക്കുന്ന ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി, അങ്ങനെയുള്ള ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് മഹാഭൂരിപക്ഷം. കുറേ വിദ്യാർത്ഥികളുണ്ട്, അതുപോലെ IT രംഗത്തെ വിദഗ്ധരുണ്ട്, ഇന്ത്യൻ എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്, IT പ്രൊഫഷണൽസ് എല്ലാമുണ്ട്. അപ്പോൾ അവരുടെ സുരക്ഷയാണ് ഇന്ത്യയുടെ ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ തന്നെയാണ് ഏത് രാജ്യത്തെ പോലെയും ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ ഇന്ത്യയുടെയും പ്രഥമ പരിഗണന. അത് 1. 2, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ആഗ്രഹിക്കുന്ന ഒരു ഓയിൽ പ്രൈസ് അത് കുറഞ്ഞിരുന്നാൽ, അന്താരാഷ്ട്ര വിപണികളിൽ എണ്ണ വില കുറഞ്ഞിരുന്നാൽ അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത് ഭാരതത്തിന് തന്നെയാണ്. ഭാരതത്തിന് എണ്ണ ആവശ്യത്തിൻ്റെ 80% ഇറക്കുമതി ചെയ്യേണ്ടി വരുമ്പോൾ ഇന്ത്യ സമർത്ഥമായി ഡൈവേഴ്സിഫൈഡ് ഇമ്പോർട്ട് പോളിസിയാണ് ഇപ്പോൾ റഷ്യയിൽ നിന്നും, വെനിസ്വേലയിൽ, അങ്ങകലെ ലാറ്റിൻ അമേരിക്കയിലെ വെനിസ്വേലയിൽ നിന്നും, നൈജീരിയയിൽ നിന്നും എന്ന് വേണ്ട ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നു. എന്നാൽ ഒരു നല്ല ഭാഗം വരേണ്ടത് ഇറാഖിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ പേർഷ്യൻ ഗൾഫ് മേഖല, ചെങ്കടൽ മേഖലയിൽ നിന്നുള്ള ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതി, പ്രത്യേകിച്ച് ഒപെക് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വളരെ വലിയ രീതിയിൽ അപ്സെറ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. ഓയിൽ പ്രൈസ് കുതിച്ചുയരുമ്പോൾ ഇന്ത്യയുടെ അടവശിഷ്ട നില അപകടത്തിലാകാനുള്ള സാധ്യതയുണ്ട് എന്നത് തീരെ തുച്ഛീകരിച്ച് കാണാനാവില്ല. ഇനി ഇന്ത്യയുടെ താല്പര്യങ്ങൾ എന്താണ്? ഇന്ത്യയുടെ താല്പര്യങ്ങൾ മധ്യപൗരസ്ത്യ പ്രദേശത്ത് വളരെ ഗംഭീരമായിട്ടുണ്ട്. അവിടേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇറാനിൽ ഇന്ത്യയുടെ താല്പര്യം എന്താണ്? ഇറാന്റെ തെക്കൻ പ്രദേശത്തെ തുറമുഖമായ ചബഹാർ തുറമുഖം വികസിപ്പിച്ചത് ഇന്ത്യയുടെ സാങ്കേതിക വിദ്യ കൂടിയാണ്. ഇന്ത്യൻ വ്യവസായികൾ പണം മുടക്കി, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, ഇന്ത്യയുടെ ശ്രദ്ധയുണ്ട്. അത് മധ്യേഷ്യയിലെ, അതായത് എണ്ണ പ്രകൃതിവാതക സമ്പുഷ്ടമായ മധ്യേഷ്യയിലെ കസാഖിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ, തർക്ക്മേനിസ്ഥാൻ, കിർഗിസ്ഥാൻ മേഖലയിലേക്കുള്ള ഒരു പാലമായി ഇറാന്റെ ചബഹാർ തുറമുഖം ഇന്ത്യക്ക് ഉപയോഗിക്കാം എന്ന കണക്കുകൂട്ടലാണ്. യുദ്ധം മുറുകയാണെങ്കിൽ, ഇറാൻ ആക്രമണ വിധേയമാവുകയാണെങ്കിൽ, വലിയ തോതിലുള്ള കാഷ്വാലിറ്റീസ്, സംഘർഷം ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യയുടെ ഒരു പദ്ധതി അവിടെ അവതാളത്തിലാകും. അപ്പോൾ ചബഹാർ പോർട്ടിലേക്ക് മുതൽ മുടക്കിയത് നഷ്ടക്കച്ചവടമായി മാറാനുള്ള സാധ്യതയുണ്ട് യുദ്ധം മൂർച്ഛിക്കുകയാണെങ്കിൽ. എന്നാൽ ഇറാനുമായി നമുക്ക് നല്ല സൗഹൃദമുണ്ട്. ചരിത്രപരമായി ഇറാനും പാകിസ്ഥാനും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലല്ല എന്നുകൂടി ഓർക്കുക. അതുകൊണ്ട് ഇറാൻ എന്നത് പാകിസ്ഥാനെ ഒന്ന് കൗണ്ടർ ചെയ്യാൻ ഒക്കുന്ന ഒരു ഇസ്ലാമിക രാജ്യമായി ഇന്ത്യ കണ്ടിരുന്ന ഒരു രാജ്യം കൂടിയാണ്. അതുകൊണ്ട് ഇന്ത്യക്ക് തന്ത്രപ്രധാനമായ ഒരു സ്ട്രാറ്റജിക് പങ്കാളി എന്ന നിലയിൽ എക്കാലത്തും, അത് പരസ്യമായി ഇന്ത്യ പറയില്ല എങ്കിൽ പോലും, ഒരു പങ്കാളി തന്നെയാണ് ഇറാൻ.
അതേസമയം സൗദി അറേബ്യയുമായിട്ടും ഇറാൻ്റെ ബദ്ധശത്രുവാണ് സൗദി. ആ ഒരു മുസ്ലിം ലോകത്തെ സുന്നി സൗദിയും ഷിയ ഇറാനും തമ്മിലുള്ള ചക്കളത്തി പോരാട്ടമാണ് ഏറെക്കാലമായുള്ള ശക്തി സമവാക്യങ്ങൾ. ഈ അടുത്ത കാലത്ത് ചൈനയുടെ മധ്യസ്ഥതയിൽ ഇറാനും സൗദി അറേബ്യയും ഒന്നിച്ചു എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ കൈകൊടുത്തു എന്ന് പറയുമ്പോഴും പൂർണ്ണമായി സ്ഥിതിഗതികൾ നോർമലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല. എന്നാൽ സൗദിയുമായും UAE-യുമായും ഖത്തറുമായും ഒമനുമായും എല്ലാം തന്നെ ഇന്ത്യക്ക് സൗഹൃദ ബന്ധമുണ്ട്. അത് മാത്രമല്ല ഇന്ത്യൻ ഡയസ്പോറയുടെ വർക്ക് ഫോഴ്സിൻ്റെ പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ള പ്രവാസികളുടെ നല്ല പങ്കും സൗദിയിലും UAE-യിലും ഒക്കെയാണ്. വലിയ ജനസംഖ്യയാണ് ഇവിടെ ഉള്ളത്. ഇന്ത്യൻ ഡയസ്പോറ വളരെ സജീവമാണ് ആ പ്രദേശങ്ങളിൽ. അതുകൊണ്ട് അവരുടെ ജീവിത ഉപാധി നഷ്ടപ്പെടുന്ന രീതിയിൽ യുദ്ധം ആ പ്രദേശത്തേക്കും കൂടെ വ്യാപിച്ചാൽ വലിയ തോതിൽ ഗൾഫ് മേഖലയിൽ നിന്നും ഇന്ത്യക്കാർക്ക് മടങ്ങി ഇന്ത്യയിലെത്തേണ്ടി വരും. അതുണ്ടാക്കുന്ന സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. അതാണ് ഇന്ത്യയുടെ മറ്റൊരു പരിഗണന. എന്നാൽ ഇസ്രയേലുമായും ഇന്ത്യക്ക് അടുപ്പമുണ്ട്. ചരിത്രപരമായി 1990-കളുടെ ആദ്യം വരെ 91 വരെ ഇന്ത്യയിൽ നിന്നും ഇസ്രയേലിലേക്ക് നേരിട്ട് പോകാൻ പാസ്പോർട്ടും വിസയും ലഭിക്കില്ല. അതുകൊണ്ട് ആ കാലഘട്ടമെല്ലാം പോയി മറഞ്ഞു. ഇപ്പോൾ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ഒരു പങ്കാളിയാണ് ഇസ്രയേൽ. സായുധ പങ്കാളി കൂടിയാണ്. ഇന്ത്യക്ക് ആയുധങ്ങൾ നൽകുകയും തിരിച്ചായുധങ്ങൾ കൈവശപ്പെടുത്തുകയും സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം എന്നു വേണ്ട വിവിധങ്ങളായ മേഖലയിൽ ഇൻഡോ ഇസ്രയേലി സഹകരണം വളരെ വലിയ ഉന്നത നിലയിൽ എത്തി നിൽക്കുന്നു. അതുകൊണ്ട് അറബി ലോകത്തെ കൈവിടാനാവില്ല, അതേപോലെ തന്നെ ജൂതരാഷ്ട്രത്തെ കൈവിടാനാവില്ല. അങ്ങനെ ഒരു സമദൂര പോളിസിയിലാണ് ഇന്ത്യ പോകുന്നത്. ആദ്യം ഒക്ടോബർ 7-ാം തീയതി ആക്രമണം നടത്തിയപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വന്ന പ്രസ്താവന എന്ന് പറയുന്നത് ആക്രമണം അപലപിക്കപ്പെടേണ്ടതാണ്. ഏത് തരത്തിലുള്ള തീവ്ര ആക്രമണവും അപലപിക്കേണ്ട കാര്യമാണ്. രക്തച്ചൊരിച്ചൽ അപലപിക്കേണ്ട കാര്യമാണ്. അതേസമയം ഇസ്രയേൽ നടത്തുന്ന പ്രത്യാക്രമണവും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അലോസരമുണ്ടാക്കുന്നുണ്ട്. അത്ര ശക്തമായി ഇന്ത്യ അക്കാര്യത്തിൽ അപലപിക്കുന്നില്ല എന്നത് ഒരുപക്ഷെ ചിലരെങ്കിലും ഇരട്ടത്താപ്പായി കാണുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം വന്നൊരു പ്രസ്താവന വളരെ പ്രസക്തമാണ്. നരേന്ദ്രമോദി ഇസ്രായേലി പ്രധാനമന്ത്രി നെതന്യാഹുവുമായിട്ട് ഫോണിൽ സംസാരിച്ചു. നെതന്യാഹുവിനോട് പറഞ്ഞതാണ്, ഞങ്ങൾക്കൊരു പക്ഷമുണ്ട്, ഇന്ത്യക്കൊരു പക്ഷമുണ്ട്, അത് സമാധാനത്തിൻ്റെ പക്ഷമാണ്. അതുകൊണ്ട് ഇസ്രായേലിനോടൊപ്പമാണ് എന്നല്ല, അറബി ലോകത്തോടൊപ്പമാണ് എന്നല്ല, പലസ്തീനോടൊപ്പമാണ് എന്നല്ല, അവിടെ സമാധാനം ഉണ്ടാകണം, അവിടെ ചർച്ചയിലൂടെ സമാധാനം പാലിക്കപ്പെടണം എന്ന ഇന്ത്യയുടെ ആഗ്രഹം ഒരിക്കൽ കൂടി പറഞ്ഞു വെച്ചു. അതുകൊണ്ട് സംഘർഷം മൂക്കുന്നത് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് അത്ര നല്ലതല്ല. അത് മാത്രമല്ല ഇന്ത്യക്ക് നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടാനുള്ള പരിമിതിയുണ്ട്. ഒരുപക്ഷെ ദീർഘകാല അടിസ്ഥാനത്തിൽ അമേരിക്കയും ചൈനയും റഷ്യയും തന്നെയായിരിക്കും വെളിയിൽ നിന്നുകൊണ്ട് ആ പ്രദേശത്തെ രാഷ്ട്രീയത്തെ ഇൻഡയറക്റ്റായി കൺട്രോൾ ചെയ്യാവുന്ന. ഒരുപക്ഷെ ഇപ്പോൾ ഇറാൻ ഇസ്രായേലിനെതിരെ കഴിഞ്ഞ ദിവസം ആക്രമണം അഴിച്ചുവിട്ട സ്ഥിതിക്ക് ഒരുപക്ഷെ അമേരിക്ക നേരിട്ട് രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട്. അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനവും അമേരിക്കയുടെ നാവികരും എല്ലാം തന്നെ ഉണർന്ന് പ്രവർത്തിക്കുകയും ഇസ്രായേലിനെ ഇറാൻ്റെ ആക്രമണത്തിൽ നിന്നും രക്ഷിച്ചു നിർത്തുകയും ഡിഫെൻഡ് ചെയ്ത് നിർത്തുകയും ചെയ്യാനുള്ള അമേരിക്കയുടെ ഒരു തീരുമാനം അമേരിക്കയെ ഒരു ഡയറക്റ്റ് സ്റ്റേക്ക് ഹോൾഡറായി മാറ്റുന്നു. അമേരിക്ക കുറച്ചു കാലമായി വിഷമങ്ങളുണ്ട് അവിടെ. കാരണം അമേരിക്കയുടെ പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ആ പ്രദേശത്ത് ഫലിക്കുന്നില്ല എന്ന ഒരു പരിഭവമുണ്ട്. ആ പരിഭവത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മിക്കവാറും ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയുമായി ഡിസ്റ്റൻസ് ചെയ്യുന്ന ഒരു നയമാണ്. ഇസ്രായേലുമായി സൗഹൃദത്തിലായി, പിന്നെ അവർക്ക് പ്രത്യേകിച്ച് അമേരിക്കയുടെ സപ്പോർട്ട് ആവശ്യമില്ല. ഇസ്രായേലിൽ നിന്ന് അവരൊരു യുദ്ധം പ്രതീക്ഷിക്കുന്നില്ല. സൗദി എന്തായാലും ഇസ്രായേൽ ആക്രമിക്കാൻ പോകുന്നില്ല. അതുപോലെ മറ്റൊരു അറബ് രാജ്യത്തെയും പ്രത്യേകിച്ച് സുന്നി അറബ് രാജ്യങ്ങളെ ഒന്നും തന്നെ ഇസ്രായേൽ ആക്രമിക്കാനുള്ള ഒരു സാധ്യതയും ഇപ്പോഴുമില്ല, വിദൂര സാധ്യത പോലുമില്ല. അങ്ങനെ അവരെല്ലാം തങ്ങളുടെ പാട് നോക്കിപ്പോവുക. അതുകൊണ്ടാണ് ലെബനീസ് നേതാവ്, അതായത് ഹിസ്ബുള്ളയുടെ തലവൻ വധിക്കപ്പെട്ട നസറുള്ള വധിക്കപ്പെട്ടപ്പോൾ സുന്നി അറബി ലോകത്തെ അടക്കിപ്പിടിച്ച സന്തോഷ സ്വരങ്ങളെല്ലാം നമ്മൾ കേട്ടതാണ്. അതിനുള്ള കാരണം അതൊരു ഷിയ നേതൃത്വമാണ്, ഇറാനുമായി അടുപ്പമുള്ള നേതൃത്വമാണ്. അത് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നത് സുന്നി അറബി ലോകത്തിന് തൽക്കാലം സന്തോഷമുള്ള കാര്യം തന്നെയാണ്, എല്ലാവർക്കും അല്ലെങ്കിലും. പക്ഷേ ജനങ്ങളുടെ ഒരു ഭാഗം അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ എതിരെ ഒരു അടി കൊടുക്കുന്നത് സന്തോഷമുള്ള ഒരു കാര്യമാണ് എന്ന് കരുതുന്ന ഒരു സാമാന്യ ജനം ഏറെയുണ്ട് ആ പ്രദേശത്ത്. അപ്പോൾ രണ്ടും ഗവൺമെൻറ്റുകളും സാമാന്യ ജനവും വേറെ വേറെ ചിന്തിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഈ രണ്ട് രാജ്യങ്ങളെയും ഒരുപോലെ കാണേണ്ട ഒരവസ്ഥയുണ്ട്. ഒരുപക്ഷെ പലരും കരുതുന്നത് പോലെ ഇന്ത്യയുടെ രാഷ്ട്രീയ പ്രത്യേകിച്ചും ദേശീയ നേതൃത്വത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മനസ്സ് ഒരുപക്ഷെ ഇസ്രായേലിനോടൊപ്പം ആയിരിക്കാം എന്നുള്ള സൂചനകളാണുള്ളത്. കാരണം അതങ്ങനെയാണ്. ഒരു ജുഡൈസ്റ്റിക് ഒരു പശ്ചാത്തലവും അത് ആൻറ്റി ഇസ്ലാമിക് ഒരു നിലപാടെടുക്കുന്നത് കൊണ്ട്, അത് മറ്റു കാരണങ്ങളാലൊന്നുമല്ല, ആ നിലപാട് കൊണ്ട് സ്വാഭാവികമായി ഉണ്ടാകുന്നൊരു അഫിനിറ്റിയാണ്. അതിന് ബദലായി ഒരുപക്ഷെ പലസ്തീൻ കോസ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് തള്ളിക്കളയാനുമാവില്ല. കാരണം ദീർഘകാലം
പാലസ്തീൻ എന്ന പ്രദേശത്തിൻ്റെ സ്വയംഭരണത്തിന് വേണ്ടി, ഇൻഡിപെൻഡൻസിന് വേണ്ടി കമ്മിറ്റ്മെൻറ്റ് പണ്ട് മുതലേ ഉള്ള രാജ്യമാണ്. യാസർ അറാഫത്തിനെയൊക്കെ അതിഥിയായി, സ്റ്റേറ്റ് ഗസ്റ്റായി എത്ര പ്രാവശ്യമാണ് ഇന്ത്യ സ്വീകരിച്ചത്. അതുകൊണ്ട് പാലസ്തീൻ കോസിനെ തള്ളിപ്പറയാതെ തന്നെ ഇസ്രയേലുമായി ബന്ധം തുടരുന്ന ഭാരതത്തെ കാണുന്നു. ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കുമ്പോൾ ഇന്ത്യക്ക് ആകെ പറയാനാവുന്നത് ഉടനടി വെടിനിർത്തലുണ്ടാകണം, സമാധാനമുണ്ടാകണം. ഐക്യരാഷ്ട്രസംഘടനയുടെ പ്രമേയങ്ങൾ വരുമ്പോൾ, വെടിനിർത്തൽ പ്രമേയം ഉൾപ്പെടെയുള്ള പ്രമേയങ്ങൾ വരുമ്പോൾ ഇന്ത്യ എന്തുകൊണ്ട് തന്ത്രപരമായി വിട്ടുനിൽക്കുന്നു എന്നതിൻ്റെ ഉത്തരം എളുപ്പം വിശകലനം ചെയ്യാവുന്നതല്ല. കാരണം ഒരു മധ്യസ്ഥത ആത്യന്തികമായി ഇന്ത്യ ആഗ്രഹിക്കുന്നത് വിശ്വഗുരുസ്ഥാനം തന്നെയാണ്. അപ്പോൾ ഇന്ത്യക്ക് അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ്. ലോകത്തെ അറിയപ്പെടുന്ന ഒരു ആണവശക്തിയാണ് ഭാരതം. അതിദ്രുതം വളരുന്ന ഒരു ഇക്കോണമിയുണ്ട്. നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം വളരെ കുറവാണ്. പോവർട്ടി ഇൻഡെക്സിൽ നമ്മുടെ സ്ഥാനം വളരെ താഴെയാണ്. നമ്മുടെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ സ്ഥാനം താഴെയാണ്. അതുപോലെ പട്ടിണി ഇൻഡെക്സിലും നമ്മുടെ സ്ഥാനം വളരെ താഴെയാണ്. പക്ഷേ അത് 142 കോടി ജനങ്ങൾക്ക് ഈ സമ്പത്ത് വീതിച്ചു പോകുമ്പോൾ സംഭവിക്കുന്ന അനിവാര്യമായ ഒരു ദുരന്തം തന്നെയാണ്. പക്ഷേ ഇന്ത്യയുടെ ശക്തിയെ കുറച്ച് കാണാനാവില്ല. അന്താരാഷ്ട്ര സംഘർഷങ്ങൾ, ഉക്രൈൻ റഷ്യ സംഘർഷമാകട്ടെ, ഇറാൻ ഇസ്രായേൽ സംഘർഷമാകട്ടെ, അല്ലെങ്കിൽ ഹിസ്ബുള്ള ഇസ്രായേൽ അല്ലെങ്കിൽ ഹമാസ് ഇസ്രായേൽ സംഘർഷങ്ങളാകട്ടെ, പരിഹരിക്കാൻ നയതന്ത്ര മേശയിലേക്ക് എത്താൻ ഒരു മധ്യസ്ഥനായി എത്താവുന്ന നിലയിലേക്ക് ഏതെങ്കിലും രാജ്യങ്ങളുണ്ടെങ്കിൽ അവിടെ ഇന്ത്യയുടെ പേരും ഉയർന്നു കേൾക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യ അതിന് സന്നദ്ധമാണോ, അതിന് മുന്നോട്ട് പോകുമോ എന്നൊന്നും ഇപ്പോൾ പറയാനാവില്ല. പക്ഷേ അതുകൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ് ഒരു ന്യൂട്രൽ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ ഒരു സ്റ്റാൻഡ്, ഒരു വിട്ടുനിൽക്കൽ സമീപനം, പക്ഷേ സമാധാനം വേണമെന്ന് ഇന്ത്യ ആവർത്തിച്ച് പറയുന്ന കാഴ്ചയും കാണുന്നു. അപ്പോൾ അവസാനമായി പറയുന്നു, യുദ്ധം വിനാശകരമാണ്. അത് ഇസ്രായേൽ ജയിക്കുന്നു, ഇറാൻ ജയിക്കുന്നു, അല്ലെങ്കിൽ ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന ഹമാസോ ഹൂതികളോ ഹിസ്ബുള്ള ജയിക്കുന്നു എന്നതല്ല വിഷയം. മാനവരാശിയുടെ ഒരുമിച്ചുള്ള വിജയമാണ് ഇന്നത്തെ ആവശ്യം. അതുകൊണ്ട് നമ്മൾ ഭാരതീയർ, മലയാളികൾ, കേരളീയർ, നമ്മുടെ ഒരുപാട് സ്വപ്നങ്ങൾ ആ ഭൂമിയിലുണ്ട്. ഇസ്രായേൽ മാത്രമല്ല, ചുറ്റുപാടുമുള്ള രാജ്യങ്ങൾ. ആ പ്രദേശത്തിൻ്റെ സന്തുലിതാവസ്ഥ, സമാധാനം നമ്മുടെ ഓരോ ഭവനങ്ങളുടെയും, നമ്മൾ ഓരോരുത്തരുടെയും ആവശ്യമാണ് എന്ന ബോധ്യം കൂടി നമുക്കുണ്ടാകും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. താങ്ക് യു.